وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا إني عبد الله ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. എൻ്റെ ഉമ്മയെ നിങ്ങൾ ആരും ചീത്ത പറയണ്ട, എൻ്റെ ഉമ്മയെ ആരും നിങ്ങൾ പഠിക്കണ്ട. എങ്ങനെ മറിയമേ ഒരു ആണിന്റെ സാന്നിധ്യമില്ലാതെ ഒരു കുഞ്ഞുണ്ടായി എന്ന് എൻ്റെ ഉമ്മാനെ നിങ്ങൾ ചീത്ത പറയണ്ട. ഉമ്മ മൗനം പാലിച്ചതാണ്. ഇന്നീ സ്വായിമുൻ, ഞാൻ മഹാന്മാരായതിൽ വലിയ ഗുരുത്വവും പൊരുത്തത്തിന്റെയും കഥ പറയാനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ധാരാളം മഹാന്മാരെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ തന്നെയാണ് യഹ്യാ നബിയുടെ കഥ പറയുന്നത്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനൻ മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ وبرا بوالديه ولم يكن جبارا عصيا. يحيى നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനിച്ചവരാണ്. നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ തെളിഞ്ഞവരാണ്. പക്ഷേ മാതാപിതാക്കളുടെ ഇഷ്ടം സമ്പാദിക്കാത്തവരാണ്, അവരെ മൈൻഡ് ചെയ്യാത്തവരാണ്, അവരെ പരിപാലിക്കാത്തവരാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് വലിയ ഫലം കാണില്ല, അതുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ചവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണേ. അവരുടെ ദുആകൾക്ക് വലിയ ഇജാബത്താണല്ലോ, അവരുടെ പ്രാർത്ഥനകൾക്ക് വലിയ ഇജാബത്താണല്ലോ. വലിയ വലിയ വ്യക്തികളായ ആളുകളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ഔന്നത്യത്തിൽ വബിൽവാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രത്യേകിച്ചും ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ ഔ അഹദുഹുമാ ഔ കിലാഹുമാ, പ്രായം അങ്ങെത്തിയിട്ടുള്ള മാതാപിതാക്കളാണ് നിങ്ങൾക്ക് എത്തിക്കപ്പെട്ടത് എങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ നല്ലോണം ഗൗനിക്കേണ്ടതുണ്ട്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അങ്ങനെ ഒരു സൂചനാ പദം പോലും നിങ്ങളിൽ നിന്ന് വന്നു പോകരുത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നല്ല